ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന സർവശക്തനായ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ രാജാവായിരിക്കുന്ന ഊസിയാവിന് സർവശക്തനായ ദൈവം കൊടുത്ത ശിക്ഷ കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യെശയ്യാവിൻ്റെ ഏപ്പിളകി അവൻ്റെ മുട്ട് ആടിപ്പോയി. അവൻ ദൈവത്തെ ഭയപ്പെട്ടു, യഹോവയെങ്കിലേക്ക് നോക്കി. അതിൻ്റെ മുമ്പ് വരെയും അവർക്ക് കഷ്ടം, മറ്റുള്ളവർക്ക് കഷ്ടം, ദേശത്തിന് കഷ്ടം, സഭയ്ക്ക് കഷ്ടം, മറ്റുള്ളവർക്ക് കഷ്ടമെന്ന് പറഞ്ഞ യെശയ്യാവ് സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറയുകയാണ്, അയ്യോ എനിക്ക് കഷ്ടം, അയ്യോ എനിക്ക് കഷ്ടമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ നെടുമ്പാട് വീണ യെശയ്യാവിന് അവൻ്റെ ജീവിതത്തിലുണ്ടായ 7 രൂപാന്തരമാണ് 6-ാം അധ്യായത്തിൽ നമ്മളിന്ന് ഒന്നിച്ച് ചിന്തിക്കാൻ പോകുന്ന വേദഭാഗം. ഇന്ന് പകൽക്കാലത്തെ നമ്മളുടെ ഒന്നിച്ചുള്ള ആരാധന നമ്മളുടെ എല്ലാവരുടെയും ആത്മീയ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം തൻ്റെ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തീകരണത്തിനായിട്ട് അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും ചെയ്ത വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണമായിട്ട് ഇസ്രയേൽ മക്കളെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് സർവശക്തനായ ദൈവം അവരെ വിടുവിച്ചു. ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ചെങ്കടലിനെ 2ആയി വിഭാഗിച്ച് രാത്രിയിൽ അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവും അവരെ പോഷിപ്പിക്കാനായി സ്വർഗീയ മന്നായും പാറയിൽ നിന്ന് വെള്ളവും കൊടുത്ത് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ദേശത്തേക്ക് ദൈവം അവരെ നടത്തി. വാഗ്ദത്ത ദേശമാകുന്ന കനാൻ ദേശം അവകാശമാക്കുവാനായിട്ട് പോകുമ്പോൾ ആ വാഗ്ദത്ത ദേശം അവകാശമാക്കി അത് പ്രാപിച്ച് അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് ദൈവം അവരോട് കൽപ്പന കൊടുത്തു. 7 കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. 7 things you should not forget. മറവി ഒരു അനുഗ്രഹമാണ്. എങ്കിലും സർവശക്തനായ ദൈവം പറഞ്ഞു, നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വർഷത്തിൻ്റെ ആരംഭ മാസമായിരിക്കുന്ന അബീബ് മാസം മുതൽ അവസാന മാസമായിരിക്കുന്ന ആരം മാസം വരെ സർവശക്തനായ ദൈവത്തിൻ്റെ ദയാദൃഷ്ടി നിന്റെ ദേശത്തിന്മേൽ ഇരിക്കേണ്ടതിന്, നിന്റെ കൈകളുടെ പ്രവൃത്തി സാധ്യമാക്കേണ്ടതിന്, നീ ശത്രുക്കളുടെ മുമ്പാകെ പുറം കാട്ടുമാറാകെ ഇരിക്കേണ്ടതിന്, നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് നീ 7 കാര്യങ്ങൾ മറക്കരുത്. ഈ 7 കാര്യങ്ങൾ നീ മറക്കാതെ നിന്റെ ദൈവമായ യഹോവ നിന്നെ നടത്തിയിരിക്കുന്ന വിധങ്ങളെ ഓർത്ത്, യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ അവകാശമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജനവും ഭാഗ്യമുള്ളത് അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് നീ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ നിന്റെ കൈകളുടെ പ്രവൃത്തി സാധ്യമാക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ആവർത്തന പുസ്തകം 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ അവർ മറക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള 7 കാര്യങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിലെ ആദ്യത്തേതാണ് ഇന്നത്തെ 81-ാം സങ്കീർത്തനത്തിൽ നമ്മളുടെ പ്രിയ അബ്ദുൾ സമദ് ബ്രദർ നമ്മളോട് പറഞ്ഞത്. ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച, മിസ്രൈമിൻ്റെ ബന്ധനത്തിൽ നിന്നെ വിടുവിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് നടത്തിയ യഹോവയെ നീ മറക്കാതെ ഇരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം. ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ നിന്നെ കടത്തി മരുഭൂമിയിൽ കൂടെ നിന്നെ നടത്തി മരുഭൂമിയിൽ മന്ന തന്ന് പോഷിപ്പിച്ച് നിന്നെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവന്ന യഹോവയെ നീ മറക്കാതെ ഇരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളണം. 2, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പാർക്കുമ്പോഴും നിനക്ക് ആടുമാടുകൾ പേറുമ്പോഴും നിനക്ക് സമ്പത്ത് വർദ്ധിക്കുമ്പോഴും ഇത് എൻ്റെ കൈകളുടെ പ്രവൃത്തി കൊണ്ടും എൻ്റെ അധ്വാനം കൊണ്ടുമാണ് ഞാനിത് നേടിയത് എന്ന് നിൻ്റെ ഹൃദയത്തിൽ പോലും നീ പറയാതെ ഇരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളണം. 3, ഇവരോട് സർവശക്തനായ ദൈവം പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയുടെ നാമം തീഷ്ണൻ എന്ന് ആകുന്നു. നീ ജാതികളുമായി ഇണയില്ലാപ്പിണ കൂടി നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ ദുഷിപ്പാൻ നീ മുഖാന്തരം ഒരുക്കരുത്.
നിന്റെ യഹോവയുടെ നാമം തീഷ്ണൻ ആകുന്നു. യുവർ ഗോഡ് ഈസ് എ ജലസ് ഗോഡ്. 4, നിങ്ങളുടെ ദൈവമായ യഹോവ അവൻ പരദേശികളുടെയും വിധവമാരുടെയും ന്യായപാലകനായ ദൈവമാകുന്നു. അതുകൊണ്ട് നീ പരദേശികളെ പീഡിപ്പിക്കാതെ ഇരിക്കാൻ നീ സൂക്ഷിച്ചു കൊള്ളണം. വിധവമാരുടെയും ന്യായപാലകരുടെയും സംരക്ഷകനായ കരുതുന്നവനായ ദൈവം. 5, നീ പരദേശിയെ പീഡിപ്പിക്കാതെയും മറന്നു കളയാതെയും ഇരിക്കണം. നിങ്ങൾ മിസ്രയീം ദേശത്ത് 400 സംവത്സരം പരദേശികളായിരുന്നു. 6, 7 സംവത്സരം കൂടുമ്പോൾ നീ വിമോചന വർഷം ആഘോഷിച്ച് നിന്റെ സഹോദരനോട് നീ എന്ത് കടപ്പെട്ടിരിക്കുന്നോ അവനത് ഇളച്ചു കൊടുത്ത് അവനെ വിമുക്തനാക്കുവാൻ നീ ഓർക്കണം. 7-ാമത്തേതും അവസാനത്തേതുമായിരിക്കുന്ന മറക്കാതെ ഇരിക്കാനുള്ള കാരണം ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഡിട്രോണമി ചാപ്റ്റർ 8 വേഴ്സസ് ഫ്രം 5 to 10. ഒന്ന് വായിച്ചാട്ടെ. ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം, കോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവുമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിയാകുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് നൽകിയിരിക്കുന്ന നല്ല ദേശത്തെ ഓർത്ത് നീ അവനെ സ്തോത്രം ചെയ്യണം. അടുത്ത വാക്യം ഇപ്രകാരമാണ്: നീ വാരോത്സവം ആചരിച്ച് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നതിന് തക്കവണ്ണം അവന് സ്വമേധാദാനങ്ങൾ അർപ്പിക്കണം. ഇന്ന് വാരോത്സവമായിട്ട് സർവശക്തനായ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ആ സർവശക്തനായ ദൈവത്തിന് നമ്മളെ ഇത്രത്തോളം നടത്തി നമ്മൾക്ക് ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ നമുക്ക് നൽകി ഈ മരുഭൂമിയിൽ നമ്മളെ വഴി നടത്തി നമ്മളെയും നമ്മളുടെ പ്രിയപ്പെട്ടവരെയും കാത്തു സൂക്ഷിച്ച് ഇന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്ന ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ കൊണ്ടുവന്ന സർവശക്തനായ ദൈവത്തിന് നമുക്കെല്ലാവർക്കും നമ്മുടെ വലങ്കരം ഉയർത്തി ഒന്ന് സ്തോത്രയാഗം അർപ്പിക്കാം. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചതനുസരിച്ച് ദൈവം അവർക്ക് ഒരു രാജാവിനെ കൊടുത്തു. ആദ്യ രാജാവായിരുന്നു ശൗൽ. ഏറ്റവും ശ്രേഷ്ഠനായ രാജാവായിരുന്നു ദാവീദ്. ദാവീദിന് ശേഷം അതിപ്രഗത്ഭനായ രാജാവായിരുന്നു ശലോമോൻ. ശലോമോൻ്റെ മകനായിരിക്കുന്ന ബെരയാമിൻ്റെ കാലത്ത് ഇസ്രയേൽ 2 വിഭാഗിക്കപ്പെട്ടു. യഹൂദ എന്നും ഇസ്രായേൽ എന്നും പേർ. ഇവർ 2 വിഭാഗിക്കപ്പെട്ടിരുന്നുവെങ്കിലും സർവശക്തനായ ദൈവത്തിൻ്റെ ജനമായിരുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജനവും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജാതികളും. ഈ ഇസ്രയേൽ മക്കളെ ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പഴയ നിയമ ഇസ്രായേൽ. അവർ വാഗ്ദത്ത ദേശം, ആക്ഷരികമായിരിക്കുന്ന വാഗ്ദത്ത ദേശത്തേക്ക് അവർ യാത്രയാകുകയാണ്. നമ്മളെ വിളിക്കുന്ന പേരാണ് പുതിയ നിയമ ഇസ്രയേൽ, അല്ലെങ്കിൽ ആത്മീക ഇസ്രയേൽ, സ്പിരിച്വൽ ഇസ്രയേൽ. അവരാക്ഷരികമായ ഇസ്രയേൽ, നമ്മൾ ആത്മീകമായ ഇസ്രയേൽ. അപ്പോൾ ഈ പഴയ നിയമ ഇസ്രയേലെ ഏകദേശം നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരുമായിരുന്നു. നമുക്കൊക്കെ ഉള്ള പോലെ തന്നെയുള്ള സ്വഭാവ ഗുണങ്ങളെല്ലാം അവർക്ക് ഉണ്ടായിരുന്നു. സർവശക്തനായ ദൈവം അവരെ സ്നേഹിച്ചിരുന്നത് കൊണ്ട്, അവരുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തിരുന്നത് കൊണ്ട് ദൈവം അവരെ ഉണർത്തിച്ച് വീണ്ടും ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം തൻ്റെ പ്രവാചകന്മാരെ അവരുടെ മധ്യത്തിൽ അയച്ചു. ദൈവം അയച്ച ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പ്രവാചകനായിരുന്നു യെശയ്യാ പ്രവാചകൻ. വേദോത്സവത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള പ്രവാചകന്മാരിൽ ഒരാളായിട്ട് നമുക്ക് യെശയ്യാ പ്രവാചകനെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ യെശയ്യാ പ്രവാചകൻ കടന്നു ചെന്ന്
തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രയേൽ മക്കളുടെ ആത്മീകമായിട്ടുള്ള അവസ്ഥയെ കണ്ടുകൊണ്ട് അവരോട് സംസാരിക്കുന്ന വേദഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുന്നത്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ. ആദ്യത്തെ വാക്യത്തിൽ യെശയ്യാവിൻ്റെ ഇൻട്രഡക്ഷനാണ് കാണുന്നത്. ആമോസിൻ്റെ മകനായ യെശയ്യാവ് യഹൂദ രാജാക്കന്മാരായ ഊസിയാവ്, യോഥേം, ആഹാസ്, യിസ്ക്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരൂശലേമിനെയും കുറിച്ച് ദർശിച്ച ദർശനം. ആ ഇസ്രയേലിനെയും യഹൂദയെയും കുറിച്ച്, ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യെശയ്യാവ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതാണ് നമ്മൾ ഇന്ന് ഒന്നിച്ച് ചിന്തിക്കാനായിട്ട് പോകുന്നത്. 2 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല. എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികം അധികം പിന്മാറുകയേ ഉള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. ആ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ പഴയ നിയമ ഇസ്രയേലിന്, അതായത് നമ്മളുടെ പഴയ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ആത്മീകമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യെശയ്യാവ് വിലപിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കാള തൻ്റെ ഉടയവനെയും കഴുത എൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. അകൃത്യഭാരം പുറക്കുന്ന ഒരു ജനം, സൃഷ്ടിതാവിനെ അറിയാത്ത ജനം, അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് യെശയ്യാവ് 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മളുടെ ചുറ്റുപാടുകൾ എപ്രകാരമായിരിക്കുന്നു, നമ്മുടെ സമൂഹം എപ്രകാരമായിരിക്കുന്നു, നമ്മൾ ഇടപെടുന്ന ആൾക്കാർ എപ്രകാരമായിരിക്കുന്നു, അതുപോലൊക്കെ തന്നെയാണ് യാതൊരു വ്യത്യാസവുമില്ലാതെ ഈ ഇസ്രയേൽ മക്കളെക്കുറിച്ച് യെശയ്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെശയ്യാവ് പിന്നെ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. ഈ 4 അധ്യായങ്ങൾ വായിച്ചാൽ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. യെശയ്യാവ് മുഴുവൻ പറയുന്നത് അവർ, നിങ്ങൾ, ജനം. അവർ, നിങ്ങൾ, ജനം. പുള്ളി, അതായത് ദൈവത്തിൻ്റെ ദാസനാണ്, ദൈവത്തിൻ്റെ പ്രവാചകനാണ്. അതുകൊണ്ട് പുള്ളി ഒരല്പം മാറ്റി നിർത്തിയിട്ടാണ് ഈ യെശയ്യാവ് ഈ ജനത്തെക്കുറിച്ച് പറയുന്നത്. ഈ ജനതയെക്കുറിച്ച് ആദ്യത്തെ 4 അധ്യായത്തിൽ പറഞ്ഞതിന് ശേഷം 5-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിലാണ് ദൈവത്തിൻ്റെ സഭ, ദ ചർച്ച്, ദെൻ ചർച്ച് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ഭുജബലത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവസഭയുടെ അവസ്ഥ എന്താണ് എന്നാണ് 5-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയന്റെ പാട്ടുപാടും. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയതമൻ്റെ പാട്ടുപാടും. ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് മുന്തിരിത്തോട്ടമാണ്. ഉത്തമഗീതം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ എന്ത കാന്ത, കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ, ദൈവത്തിൻ്റെ സഭ ഫലഭൂയിഷ്ടമായ ഫലപ്രദമായ മുന്തിരിവള്ളി കായ്ക്കേണ്ടതിനു വേണ്ടി ദൈവം കെട്ടിയടച്ച് സൂക്ഷിച്ച്, ദൈവം കാവൽ ചെയ്ത്, അതിനെ സർവശക്തനായ ദൈവം സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടമാണ് ദൈവത്തിൻ്റെ സഭ. ആ ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച്, ഈ സഭ നാടെങ്ങനിരിക്കുന്ന അതുപോലെ രാജാവ് ഇരിക്കത്തുള്ളൂ, രാജാവ് എങ്ങനിരിക്കുന്ന അതുപോലെ പ്രജകളിരിക്കത്തുള്ളൂ. ജനങ്ങൾ എങ്ങനെയാണ്, ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് ഈ ദൈവത്തിൻ്റെ സഭ. ഈ ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് കണ്ടിട്ട് അവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് യെശയ്യാവ് 6 പ്രാവശ്യം അയ്യോ കഷ്ടം എന്നാണ് പറയുന്നത്. വോ അണ്ടു ദം, അവർക്ക് അയ്യോ കഷ്ടം. ദൈവത്തിൻ്റെ സഭയ്ക്ക്
അയ്യോ കഷ്ടം. 6 സ്ഥലത്ത് 6 പ്രാവശ്യം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെ കാര്യത്തിലാണ് ഈ അയ്യോ കഷ്ടം? നമുക്കൊന്ന് വായിക്കാം. 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, ആദ്യത്തെ അയ്യോ കഷ്ടം. എന്നാൽ ഇതാ ഭീതി, തങ്ങൾ മാത്രം ദേശമധ്യേ പാർക്കത്തക്ക വണ്ണം മറ്റാർക്കും സ്ഥലം ഇല്ലാതാകുവോളവും വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അതായത് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സ്വാർത്ഥന്മാർക്ക് അയ്യോ കഷ്ടം. വോ അണ്ടു ദ സെൽഫിഷ് പീപ്പിൾ. സ്വാർത്ഥന്മാർക്ക് അയ്യോ കഷ്ടം. ദൈവസഭ നിസ്വാർത്ഥരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യെശയ്യാവ് നോക്കിയിട്ട് ദൈവത്തിൻ്റെ സഭയിൽ മുഴുവൻ എൻ്റെ അബ്ദുൾ സമദ് പാസ്റ്ററെ സ്വാർത്ഥന്മാരാണ്. അത് കണ്ടിട്ട് യെശയ്യാവ് അങ്ങ് അയ്യോ കഷ്ടമെന്ന് പറയാണ്. നമ്മൾ പിന്നെ അത്രയും സ്വാർത്ഥന്മാരല്ലാത്തത് കൊണ്ട് നമുക്ക് തൽക്കാലം അയ്യോ കഷ്ടമെന്ന് പറയണ്ട. എങ്കിലും യെശയ്യാവരെ കണ്ടിട്ട് ആദ്യത്തെ അയ്യോ കഷ്ടം ആർക്കാണ്? സ്വാർത്ഥന്മാർക്ക്. വോ അണ്ടു ദ സെൽഫിഷ് പീപ്പിൾ. 2-ാമത്തെ അയ്യോ കഷ്ടമാണ് 11-ാമത്തെ വാക്യം. അതികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ചു മത്തരായി സന്ധ്യാസമയത്ത് വൈകി ഇരിക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. ലൗകിക സുഖങ്ങളുടെ പിന്നാടെ ഓടുന്നവർക്ക് അയ്യോ കഷ്ടം. വോ അൺടു ദ പീപ്പിൾ ഹു റൺ ആഫ്റ്റർ ദ വേൾഡ്ലി പ്ലഷേഴ്സ്. ലൗകിക സുഖങ്ങളുടെ പിന്നാടെ ഓടുന്നവർക്ക് അയ്യോ കഷ്ടം. ഇതുവരെ LPG ഗ്യാസ് സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചിന്നൂസിലും ഉച്ചയ്ക്കത്തെ ആഹാരം നമ്മുടെ മറ്റ് റെസ്റ്റോറൻറ്റിലും വൈകുന്നേരത്തെ നമ്മുടെ അടുത്ത റെസ്റ്റോറൻറ്റിലും കഴിക്കാമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന നമുക്കെല്ലാം ഇപ്പം വാസ്തവത്തിൽ ദുഃഖമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വീട്ടിൽ കഞ്ഞിയും സമ്മന്തിയും ഉണ്ടെന്ന് വരില്ലേ ഇനിയും കഴിയാൻ പറ്റത്തുള്ളൂ. നമുക്കൊക്കെ പ്രയാസമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ LPG ഗ്യാസ് സപ്ലൈ വന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ട് ദൈവമക്കൾക്ക് തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും അല്പം ലൗകിക സുഖങ്ങളുടെ പിന്നാലെ പോകുവാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാണ്. യെശയ്യാവിൻ്റെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. യെശയ്യാവ് നോക്കിയിട്ട് പറയുകയാണ്, വോ അണ്ടു ദ പീപ്പിൾ ഹു റൺ ആഫ്റ്റർ വേൾഡ്ലി പ്ലഷേഴ്സ്. 3-ാമത്തേത് അതിൻ്റെ 18-19 വാക്യം വായിച്ചാട്ടെ. വ്യാജപാശം കൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയറുകൊണ്ട് എന്ന പോലെ പാപത്തെയും വലിക്കുകയും അവൻ ബന്ധപ്പെട്ട് തന്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ. കാണാമല്ലോ, ഇസ്രായേലിൻ പരിശുദ്ധന്റെ ആലോചന അടുത്തു വരട്ടെ, നമുക്ക് അറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഇസ്രയേലിൻ്റെ ദൈവമായ പരിശുദ്ധന്റെ ആലോചന അടുത്തു വരട്ടെ, നമുക്കറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. മനഃപൂർവവും ഭയരഹിതവുമായി പാപം ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. പീപ്പിൾ ഹു സിൻ വിത്തൗട്ട് നോയിങ് ദ കോൺസിക്വൻസ് ബട്ട് നോയിങ് ദാറ്റ് ഇറ്റ് ഈസ് എ സിൻ. ഇത് പാപമാണ്, ഇത് തെറ്റാണ്, ഇത് അകൃത്യമാണ്, ഇത് ചെയ്യരുതാത്താണെന്ന് അറിയാം. എങ്കിലും ദൈവം കരുണയുള്ളവനും ദൈവം സ്നേഹമാകുന്നവനും ദൈവം പ്രാർത്ഥിച്ചാൽ ക്ഷമിക്കുന്നവനുമാണെന്ന് അങ്ങനെ ഭയരഹിതമായിട്ട് പാപം ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. നമ്മളൊക്കെയും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയല്ലേ? അറ്റ്ലീസ്റ്റ് ഞാനാണ്. ഇനി നമുക്ക് 4-ാമത്തെ കൂട്ടരെ നോക്കാം. 20-ാമത്തെ വാക്യം. തിന്മയ്ക്ക് നന്മ എന്നും നന്മയ്ക്ക് തിന്മ എന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടും ആക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പും ആക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അസത്യവാദികൾ, ട്രൂത്ത്ലെസ്നെസ്. നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ? സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ സംസാരിക്കും. സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യമാണോ തെറ്റാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. സാഹചര്യത്തിനനുസരിച്ച് സംസാരിക്കും. തെറ്റ് തെറ്റാണെന്നറിയാം, ശരിയാണെന്നറിയാം, ശരി ഏതാണ് തെറ്റാണെന്ന് നമുക്കറിയാം. എങ്കിലും സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആരാണിത് കാണിക്കുന്നത് എന്നുള്ള അനുസരിച്ച് നമ്മൾ നമ്മളുടെ അഭിപ്രായത്തെ അങ്ങ് മാറ്റിപ്പറയുകയും കോട്ടിക്കളയുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വില്യംസ് പാസ്റ്റർ എന്താ ചിരിക്കുന്നത്? വില്യംസ് പാസ്റ്റർ ചിരിക്കണ്ട, ഞാൻ ആ കാറ്റഗറിക്കാരനാണ്. നമ്മളെല്ലാവരും ആ കാറ്റഗറിക്കാരാണ്. നമ്മൾക്ക് അയ്യോ കഷ്ടം എന്നാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് 6-ാമത്തെ കൂട്ടരെ നമുക്ക് നോക്കാം. 21-ാമത്തെ വാക്യം.
തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. തങ്ങൾക്ക് തന്നെ ജ്ഞാനികളും തങ്ങൾക്ക് തന്നെ വിവേകികളുമായി തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. അഹങ്കാരവും നിഗളവുമുള്ളവർക്ക് അയ്യോ കഷ്ടം. പ്രൈഡ് ആൻഡ് അരഗൻസ്. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ പറയുന്നതാണ് നിയമം, ഞാൻ പറയുന്നതാണ് ശരി, അതിനപ്പുറത്ത് പറയാനായിട്ട്, അതിനപ്പുറത്ത് കടന്ന് സംസാരിക്കാനായിട്ട് ആർക്കാണ് അധികാരമുള്ളത്? ആ പ്രൈഡ് ആൻഡ് അരഗൻസ്, അവർക്ക് അയ്യോ കഷ്ടം. ഇനി 6ാമത്തെ കൂട്ടര്, അതിൻ്റെ 23ാമത്തെ വാക്യം. സമ്മാനം നിമിത്തം ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാന്റെ നീതിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. അന്യായം പ്രവർത്തിക്കുന്നവർക്ക്, പീപ്പിൾ ഹു ഡു ഇൻജസ്റ്റിസ്, വോ അൺടു ദം. ഈ 6 കൂട്ടർക്ക്, ദൈവസഭയിലെ 6 കാറ്റഗറി ആൾക്കാരെ, അവർക്ക് അയ്യോ കഷ്ടം എന്ന് യെശയ്യാവ് വിളിച്ചു പറയുകയാണ്. യെശയ്യാവ് പറയുന്നത് ഇവർക്ക് അയ്യോ കഷ്ടം എന്നാണ്. ഇനി നമുക്ക് 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം, അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം ഞാൻ എന്ന്, നശിച്ചു. ഞാൻ നശിച്ചു, മതിയേ. അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു. ഇതുവരെയും ദൈവസഭയുടെയും ദൈവ മക്കളുടെയും ദേശത്തിൻ്റെയും ചുറ്റുപാടുകളുടെയും പ്രവൃത്തിയും അവസ്ഥയും അവരുടേതായിരിക്കുന്ന കാര്യങ്ങളും കണ്ട് അവർക്കയ്യോ കഷ്ടം എന്ന് നിലവിളിച്ചവനായ യെശയ്യാവ് 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എനിക്ക് അയ്യോ കഷ്ടം. വോ അൺടു മീ. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ വേദഭാഗത്ത് നിന്നാണ്. വോ അൺടു മീ, എനിക്ക് അയ്യോ കഷ്ടം. എന്തുകൊണ്ടാണ് ഇതുവരെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും വീഴ്ചകളും ബലഹീനതകളും പരാതികളും ദൈവസഭയുടേതായിരിക്കുന്ന കുറവുകളെയും കണ്ട് അവർക്കയ്യോ കഷ്ടമെന്ന് വിളിച്ചു പറഞ്ഞവനായ യെശയ്യാവ് 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അയ്യോ എനിക്ക് കഷ്ടം എന്ന് പറയുവാനായിട്ട് കാരണമായി തീർന്നു. അതിൻ്റെ കാരണമാണ് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. വായിച്ചാട്ടെ. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മറപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ മതി. അപ്പോൾ ഒരു സംഭവം അവിടെ ഉണ്ടായി. ആ സംഭവം ഊസിയാവ് മരിച്ചു. ഊസിയാവ് മരിച്ച ആണ്ടിൽ യഹോവ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ മുമ്പിൽ സറാഫുകൾ നിന്നിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് അവർ പാദം മൂടി, 2 കൊണ്ട് അവർ പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞു. അവയെ ആർക്കുന്ന ശബ്ദം കൊണ്ട് ഉമ്മരപ്പടിയുടെ വാതിലുകൾ കുളങ്ങി. അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു. ആരാ ഊസിയാവ്? ഈ പുള്ളിക്ക് എങ്ങനെ മരിക്കാനിടയായത്? വല്ല ഹാർട്ട് അറ്റാക്കോ വല്ലതും വന്നതാണോ? വായിക്കാം. 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. 2 Chronicles chapter 26 verse 1. യഹൂദ ജനമൊക്കെയും 16 വയസ്സ് പ്രായമുള്ള ഉസിയാവെ കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ അപ്പനായ അമസ്യാവിന് പകരം രാജാവാക്കി. അവിടെ ഊസിയാവിൻ്റെ സംഭവം, ചരിത്രം തുടങ്ങിയാണ്. ഇസ്രയേൽ മക്കൾ
14 വയസ്സുള്ള ഊസിയാവിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവൻ്റെ അപ്പനായിരിക്കുന്ന അമസ്യാവിന് പകരം രാജാവാക്കി. ദയവ് ചെയ്ത് വീട്ടിൽ പോയി ഈ 2 ദിനവൃത്താന്തം 26-ാം അധ്യായം മുഴുവനായിട്ടൊന്ന് വായിക്കണം. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ ശരിയായിട്ടുള്ള മാനസാന്തരം സംഭവിച്ചിട്ടില്ലെന്ന വരിയിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു അധ്യായത്തിലൂടെ മാനസാന്തരം സംഭവിക്കും. ഇനി അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖരിയാവിന്റെ ആയുഷ്കാലത്തൊക്കെയും അവൻ ദൈവത്തെ അന്വേഷിച്ചു. ദൈവത്തെ അവൻ അറിഞ്ഞു. അവൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അവൻ്റെ ട്രെയിനിങ്, അവൻ്റെ ശരിയായിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു. ദൈവഭയത്തിൽ അവൻ വളർന്നു വന്ന സമയത്ത് അവൻ ദൈവത്തെ അറിഞ്ഞു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തൊക്കെയും ദൈവം അവനെ അനുഗ്രഹിച്ചു, അവൻ അഭിവൃദ്ധി നൽകി. ഉസിയാവ് നല്ല തുടക്കമാണ്, നല്ല ട്രെയിനിങ് അവന് കിട്ടി. അവൻ ദൈവത്തിൻ്റെ കട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ചു വളർന്നു. അവൻ ദൈവത്തെ അനുസരിച്ചിരുന്ന കാലത്തോളം, അവൻ ദൈവത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിച്ചിരുന്ന കാലത്തോളം ദൈവം അവനെ അനുഗ്രഹിച്ചിരുന്നു. അവൻ ഐശ്വര്യ സമ്പൂർണനായിരുന്നു. ഇതിനി അതിൻ്റെ 16-ാം വാക്യം മുതലൊന്ന് വായിച്ചാട്ടെ. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ 16 മുതൽ 26-ാം അധ്യായം അവസാനിക്കുന്നത് വരെ ഊസിയാവ് ചെയ്ത അകൃത്യത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആലയത്തിൽ പുരോഹിതന്മാർക്ക് മാത്രം ധൂപം കാട്ടുവാനായിട്ടുള്ള അധികാരമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ചട്ടവും പ്രമാണവും അത് ആയിരുന്നു. ഈ ഊസിയാവ് അഹങ്കാരത്തോടെ, നിഗളത്തോടെ, താന്തോട്ടത്തോടുകൂടെ ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്ന് ധൂപം കാണിച്ചു. 80 പ്രവാചകന്മാരും 80 ശുശ്രൂഷകന്മാരും അവനോട് കടന്നു, ഊസിയാവെ നീ കാണിക്കുന്നത് അകൃത്യമാകുന്നു. യഹോവ നിന്നെ ആക്കിയിട്ടില്ലാത്ത സ്ഥലത്ത് നീ അത് പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞു. അവൻ തൻ്റെ അഹങ്കാരത്താൽ, തൻ്റെ നിഗളത്താൽ, എനിക്കെന്തും ചെയ്യുവാൻ കഴിവുണ്ട്, ഞാൻ ചെയ്യും, എന്നെ തടയുന്നതാർ എന്നവർ പറഞ്ഞു. അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ദൈവത്തിൻ്റെ ആലയത്തിൽ ധൂപം കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ നെറ്റിമേൽ കുഷ്ഠം തെളിഞ്ഞു. അവൻ കുഷ്ഠം തെളിഞ്ഞു കളഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് അവനെ പുറത്താക്കി. അവൻ കുഷ്ഠരോഗിയായി മരിച്ച് അവൻ അടക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യെശയ്യാവ് അന്ന് യഹോവയെ ഭയപ്പെട്ടു പോയി. യെശയ്യാവ് അന്ന് യഹോവയെ ഭയപ്പെട്ടു പോയി. മുഖം നോക്കാതെ ന്യായം വിധിക്കുന്ന സർവശക്തനായ ദൈവത്തെ, താര് തെറ്റ് കാണിച്ചാലും ആ തെറ്റിന് തക്കതായ ശിക്ഷ കൊടുക്കുന്ന സർവശക്തനായ ദൈവത്തെ, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിലും വസിക്കുന്ന സർവശക്തനായ ദൈവത്തെ, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന സർവശക്തനായ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ രാജാവായിരിക്കുന്ന ഊസിയാവിന് സർവശക്തനായ ദൈവം കൊടുത്ത ശിക്ഷ കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യെശയ്യാവിൻ്റെ ഏപ്പിളകി, അവൻ്റെ മുട്ട് ആടിപ്പോയി. അവൻ ദൈവത്തെ ഭയപ്പെട്ടു, യഹോവയെങ്കിലേക്ക് നോക്കി. അവൻ ദൈവത്തെ ഭയപ്പെട്ടു, യഹോവയെങ്കിലേക്ക് നോക്കി. അവൻ ദൈവത്തെ ഭയപ്പെട്ടു. ഈ ദൈവം എത്ര ഭയങ്കരനാണ്! ഈ ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരനാണ്! ഇവൻ മുഖം നോക്കാതെ ന്യായം വിധിക്കുന്ന സർവശക്തനായ ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യെശയ്യാവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ആദ്യമേ ഊസിയാവിൻ്റെ സമയത്തായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് യെശയ്യാവിൻ്റെ മെൻറ്റർ നമ്മുടെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഊസിയാവായിരുന്നേ. അതായത് എന്തെങ്കിലും സപ്പോർട്ടോ എന്തെങ്കിലും ഉണ്ടെന്ന് വരിയിൽ നമ്മുടെ മെൻറ്ററുടെ അരിക്കിലോട്ടൊന്ന് ചെല്ലും. മെൻറ്റർ ഊസിയാവായിരുന്നേ. മെൻറ്ററെ സർവശക്തനായ ദൈവം അങ്ങ് തട്ടിക്കളഞ്ഞപ്പോൾ, മെൻറ്ററെ സർവശക്തനായ ദൈവം മുഖം നോക്കാതെ ന്യായം വിധിച്ചപ്പോൾ,
അവനെ കുഷ്ഠരോഗിയാക്കി ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് സർവശക്തനായ ദൈവം ചവിട്ടി പുറത്താക്കിയപ്പോൾ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യെശയ്യാവ് ഭയപ്പെട്ട്, അതുവരെയും അവൻ നോക്കിയിരുന്നത് ഊസിയ രാജാവിനെ ആയിരുന്നു. അവൻ അന്ന് അവൻ്റെ കണ്ണ് ഉയരത്തിലേക്ക് ഉയർത്തി. അവൻ്റെ കണ്ണ് ഉയരത്തിലേക്ക് ഉയർത്തിയപ്പോൾ ഉന്നതന് ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനും നാമുള്ളവനും സർവത്തിൻ്റെ ഉടയവനായ സർവശക്തനായ ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് കണ്ടു. സിറാഫുകൾ അവൻ്റെ മുമ്പിൽ നിന്നു രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഏറ്റു പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യെശയ്യാവ് ദൈവത്തിൻ്റെ മുമ്പിൽ ഭയപ്പെട്ടു പോയി. ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഭയപ്പെട്ടിട്ട് അവൻ ദൈവത്തോട് പറയുകയാണ്, അയ്യോ എനിക്ക് കഷ്ടം, വോ അൺടു മീ. അതിൻ്റെ മുമ്പ് വരെയും അവർക്ക് കഷ്ടം, മറ്റുള്ളവർക്ക് കഷ്ടം, ദേശത്തിന് കഷ്ടം, സഭയ്ക്ക് കഷ്ടം, മറ്റുള്ളവർക്ക് കഷ്ടമെന്ന് പറഞ്ഞ യെശയ്യാവ് സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറയുകയാണ്, അയ്യോ എനിക്ക് കഷ്ടം. അയ്യോ എനിക്ക് കഷ്ടമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ നെടുമ്പാട് വീണ യെശയ്യാവിന് അവൻ്റെ ജീവിതത്തിലുണ്ടായ 7 രൂപാന്തരമാണ് 6-ാം അധ്യായത്തിൽ നമ്മളിന്ന് ഒന്നിച്ച് ചിന്തിക്കാൻ പോകുന്ന വേദഭാഗം. വാട്ട് ഹാപ്പൻ ടു യെശയ്യാ once he saw, once he had the encounter with the mighty God. സർവശക്തനായ ദൈവത്തോട് മുഖാമുഖം കണ്ടപ്പോൾ, ദൈവത്തെ അവൻ്റെ വിശുദ്ധിയിൽ ദർശിച്ചപ്പോൾ, സർവശക്തനായ ദൈവത്തിൻ്റെ അപ്രമേയത്വം കണ്ടപ്പോൾ, സർവശക്തനായ ദൈവത്തിൻ്റെ തേജസ്സുള്ള മുഖം കണ്ടപ്പോൾ, ഈ ദൈവവുമായിട്ട് മുഖാമുഖം കണ്ടപ്പോൾ യെശയ്യാവിന് അവൻ്റെ ജീവിതത്തിലുണ്ടായ 7 മാറ്റങ്ങൾ വായിക്കാം. നമുക്ക് 6-ാം അധ്യായത്തിലേക്ക്. അതിൻ്റെ 5-ാമത്തെ വാക്യമാണല്ലോ നമ്മൾ കുറുവാക്യമായി വായിച്ചത്. ഇനി 5-ാമത്തെ വാക്യം വീണ്ടും വായിച്ചാട്ടെ. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. യെശയ്യാവിന് ആദ്യമെന്ന് മനസ്സിലായത് താൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളുമാണ് ഇതുവരെയും താൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ താൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ. ഗോഡ്, ഐ ആം എൻ അൺറൈറ്റ്വസ് മാൻ. നാവ് കൊണ്ട് പാപം ചെയ്യാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ വായ്ക്ക് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ യഹോവയോട് പറഞ്ഞു. യെശയ്യാവിന് മനസ്സിലായി തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ ആദ്യത്തെ പരാജയം താൻ ശുദ്ധിയില്ലാത്ത ആധരങ്ങളുള്ള മനുഷ്യനായിരുന്നു. മലയാളത്തിൽ പറയുന്ന പോലെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ മാതിരി തനിക്ക് വായി തോന്നുന്നതൊക്കെയും വിളിച്ചു പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കാണാനും അതിനെ എടുത്തു പറയാനും വളരെ സന്തോഷമുള്ള മനുഷ്യനായിരുന്നു. ജനത്തിൻ്റെ കുറ്റങ്ങൾ വേണമെന്നില്ല, അവർക്ക് അയ്യോ കഷ്ടം, ഇവർക്ക് അയ്യോ കഷ്ടം, ഇവരെ അടിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല, ഇവരെ രക്ഷിക്കപ്പെടാത്ത ജനവര് ഗുണം വരാ എന്നുള്ള അങ്ങനെയൊക്കെയും അകൃത്യങ്ങൾ വായുകൊണ്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. സർവശക്തനായ ദൈവത്തെ, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന സർവശക്തനായ ദൈവത്തെ അവൻ മുഖാമുഖം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലായി, ഐ ആം അൻ അൺറൈറ്റ്വസ് പേഴ്സൺ. ഞാൻ ശുദ്ധിയില്ലാത്ത ആധരങ്ങളുള്ള ഒരു മനുഷ്യനാണ്. ശുദ്ധിയില്ലാത്ത ആധരങ്ങളുള്ള എൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ പാർക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ആ തൻ്റെ തെറ്റുകളെ, തൻ്റെ ലംഘനത്തെ, തൻ്റെ തുറവുകളെ സർവശക്തനായ ദൈവത്തോട് ഏറ്റുപറഞ്ഞപ്പോൾ മനസ്സലിവിൻ്റെ മഹാദൈവമായ നമ്മുടെ സർവശക്തനായ ദൈവം അവൻ്റെ തെറ്റിനെ ക്ഷമിക്കുകയും അതിനുള്ള പോംവഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് അടുത്ത വാക്യം വായിച്ചാട്ടെ.
അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. തൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറയുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. തൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തെ, തൻ്റെ ജീവിതത്തിൻ്റെ വീഴ്ചയെ, തൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതയെ സർവശക്തനായ ദൈവത്തോട് അവൻ ഏറ്റുപറഞ്ഞപ്പോൾ സർവശക്തനായ ദൈവം അവൻ്റെ ഏത് അവസ്ഥയ്ക്കാണ്, അവൻ്റെ എന്ത് പാപത്തിനാണ്, അല്ലെങ്കിൽ അവൻ്റെ എന്ത് ശരീരത്തിൻ്റെ ഏത് അവയവത്തിനാണ് ശുശ്രൂഷ വേണ്ടത്, വിടുതൽ വേണ്ടത്, അവിടെ ദൈവം ശുശ്രൂഷിച്ച് അവന് വിടുതൽ കൊടുത്തു. സറാഫുകളിലൊന്ന് ഒരു തീക്കനൽ എടുത്തുകൊണ്ട് അവൻ്റെ വായെ തൊട്ടു. അവൻ്റെ വായെ തൊട്ടിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നീ ശുദ്ധീകരിക്കപ്പെടും. നമുക്കുള്ള പരാജയം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പെന്തിക്കോസുകാർക്കുള്ള പരാജയം എന്താണെന്ന് ചോദിച്ചാൽ, അന്യോന്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ തെറ്റ് ചെയ്തെന്നൊരു ക്ഷമ ചോദിക്കും. ഉദാഹരണമായിട്ട് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഞാൻ അബ്ദുൾ സമദ് ബ്രദറിനോട് പറയുകയാണ്, എൻ്റെ അബ്ദുൾ സമദ് ബ്രദറിനോട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോടങ്ങ് ക്ഷമിച്ചേക്കണമേ. ഞാൻ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അബ്ദുൾ സമദ് ബ്രദറിൻ്റെ മനസ്സിൽ തോന്നുക, ഈ മനുഷ്യൻ എന്തോ ആയി പറയുന്നേ. നമ്മളങ്ങനെ ഏറ്റുപറയുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല, അതുകൊണ്ട് നമ്മൾ വിടുതൽ പ്രാപിക്കുകയുമില്ല. യെശയ്യാവ് ദൈവത്തോട് പറയുകയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ മധ്യയെ വാർക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സറാഫുകളിലൊന്ന് തീക്കല്ല് എടുത്തുകൊണ്ട് അവൻ്റെ വായെ തൊട്ടു. ഇത് നീ തൊട്ടതിനാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തത് 8-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ശുദ്ധീകരണവും നീതീകരണവും വിശുദ്ധീകരണവും പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ ഇമ്പമാർന്ന ശബ്ദം യെശയ്യാവിന് കേൾപ്പാൻ ഇടയായിത്തു. ആ സർവശക്തനായ ദൈവത്തിൻ്റെ ഇമ്പമാർന്ന ശബ്ദം. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾപ്പാൻ കഴിയുന്നില്ല? അഥവാ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാൽ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല? സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നാം ശരിയായി കഴുകൽ പ്രാപിക്കാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ഇമ്പമാർന്ന ശബ്ദം നമുക്ക് കേൾപ്പാൻ കഴിയുന്നില്ല. യെശയ്യാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കഴുകൽ പ്രാപിച്ചു. ദൈവത്തിൻ്റെ ഇമ്പമാർന്ന ശബ്ദം അവൻ കേട്ടു. ആർ നമുക്ക് വേണ്ടി പോകും എന്നുള്ളതായ യഹോവയുടെ ശബ്ദം അവൻ കേട്ടു. അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ. അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. നമ്മളാണെന്ന് വരിയില് നമ്മുടെ മലയാള ഭാഷയെ പറഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടുഭാഷയെ പറഞ്ഞാൽ അടിയനിതാ, അളിയനെ അയക്കണമേ എന്ന് പറഞ്ഞേനെ. അതായത് ഞാനിവിടെ നിൽക്കുന്നു, നമുക്ക് പൊതുവെ അളിയന്മാരോടൊരല്പം അത്ര രസക്കേടുണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് കഴിയുമെന്ന് വലിയൊരു ചെറിയ പാരം വെക്കാനായിട്ട് നമ്മളാണെന്ന് വരിക പറഞ്ഞേക്കാം, അടിയനിതാ അളിയനെ അയക്കണമേ എന്ന്. അതായത് അവൻ പോയി കഷ്ടപ്പെട്ടോട്ടെ, അവൻ പോയി ബുദ്ധിമുട്ടിക്കോട്ടെ, അവൻ പോയി സഹിച്ചോട്ടെ, ഞാനങ്ങ് ദൈവസനത്തിൽ നീതീകരിച്ചേക്കാം. യെശയ്യാവ് ഏതായാലും അതിന് നിന്നില്ല. കാരണം ശരിയായിട്ടുള്ള മാനസാന്തരമാണ് സംഭവിച്ചത്. അവൻ പറഞ്ഞു, യെശയ്യാവ് പറഞ്ഞു, അടിയനിതാ അടിയനെ അയക്കണമേ. He committed himself before God. No excuse, no passing on the burden. He committed himself before the God. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവനെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ അരുളപ്പാടാണ് യെശയ്യാവിന് പിന്നീട് ലഭിക്കുന്നത്. അടുത്ത വായിച്ചാട്ട. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇതുവരെയും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിരുന്ന, സഭയുടെ കുറ്റം പറഞ്ഞിരുന്ന, മറ്റുള്ളവരുടെ അയ്യോ പാപം പറഞ്ഞിരുന്ന യെശയ്യാവിനോട് തൻ്റെ ജനതയുടെ വീണ്ടെടുപ്പിന് വേണ്ടി മാറ്റമില്ലാത്ത സർവശക്തനായ ദൈവത്തിൻ്റെ എന്ത് സന്ദേശം അയക്കണം, എന്ത് വിടുതലിൻ്റെ ശബ്ദം അയക്കണം, ദൈവത്തിൻ്റെതായിരിക്കുന്ന അരുളപ്പാട് എന്ത്,
ദൈവത്തിന് തൻ്റെ ജനത്തോട് സംസാരിപ്പാനുള്ള ദൈവത്തിൻ്റെ കൽപ്പന എന്ത് എന്നുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടും കൽപ്പനകളും ദൈവത്തിൻ്റെ ആലോചനകളും യെശയ്യാവ് പ്രാപിപ്പാൻ ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട്, ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിന് തൻ്റെ ജനത്തോട് സംസാരിപ്പാനുള്ള ദൈവത്തിൻ്റെ ദൂത്, അതെന്താണെന്ന് യെശയ്യാവിന് ലഭിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ കടന്നു വരാം. യെശയ്യാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് 7 കാര്യങ്ങളാണ്. സർവശക്തനായ ദൈവത്തെ അവൻ മുഖാമുഖം കണ്ടു കഴിഞ്ഞപ്പോൾ താൻ ആരാണ്, തൻ്റെ ജീവിതത്തിൻ്റെ കുറവെന്താണ് എന്നവൻ ഏറ്റുപറഞ്ഞു. കുറവെന്താണെന്ന് ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ സർവശക്തനായ ദൈവം തൻ്റെ വചനത്താൽ, തൻ്റെ ശുദ്ധീകരണ പ്രക്രിയയാൽ യെശയ്യാവിനെ ശുദ്ധീകരിച്ചു, നീതീകരിച്ചു. അവനെ ശുദ്ധീകരിച്ച് നീതീകരിച്ചു കഴിഞ്ഞപ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ ഇമ്പമാർന്ന ശബ്ദം അവന് കേൾപ്പാനായിട്ടിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ ഇമ്പമാർന്ന ശബ്ദം കേട്ടുകഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആലോചന അവന് ചെവിക്കൊള്ളുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ ആലോചന ചെവിക്കൊണ്ടു കഴിഞ്ഞപ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ അരുളപ്പാടും സർവശക്തനായ ദൈവത്തിൻ്റെതായിരിക്കുന്ന ദൈവവചനവും തൻ്റെ ജനതയെ എപ്രകാരം നയിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആഹ്വാനവും യെശയ്യാവിന് കേൾപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ വിലയേറിയ ആലോചന അവന് നൽകുകയാണ്. ദൈവത്തിൻ്റെ വിലയേറിയ ആലോചന ആ അധ്യായം അവസാനിക്കുന്നതായിട്ടുള്ള സമയത്ത് ദൈവം പറയുകയാണ്, മോനെ യെശയ്യാവേ, സമൂഹം അങ്ങനെ ആയിക്കൊള്ളട്ടെ, ചർച്ച അങ്ങനെ ആയിക്കൊള്ളട്ടെ, മറ്റുള്ളവരെങ്ങനെ ആയിക്കൊള്ളട്ടെ, എന്നാൽ കരിമരവും കരിവേലകവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റിൽ നിന്ന് കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ ഒരു വിശുദ്ധ സന്തതി കുറ്റിയായി ഇരിക്കും. ദൈവം എന്നും ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരു ശേഷിപ്പിനെ, ഒരു റെമനന്റിനെ, ദൈവത്തിൻ്റെ ഒരു ജനതയെ സർവശക്തനായ ദൈവം കാത്തു സൂക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആ റെമനൻ്റാണ്, ദൈവത്തിൻ്റെ ശേഷിപ്പാണ്, ദൈവത്തിൻ്റെ കുറ്റിയാണ്. അന്ധകാരം ഭൂമിയെയും കൂരിൽ ജാതികളെയും മറിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ ഭാവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം. ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാർ തളർന്നു പോകും, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുഴുക്കും. ഇവിടെ യെശയ്യാവ് തന്നെ 2 പ്രാവശ്യം എന്താണ് ദൈവത്തിൻ്റെതായിരിക്കുന്ന ശേഷിപ്പ്, ദൈവസഭയ്ക്ക് വേണ്ടി താൻ എന്താണ് കാത്തുവെച്ചിരിക്കുന്നത് എന്നുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾപ്പാനായിട്ടിടയായിത്തീർന്നു. യെശയ്യാപ്രവചനം 35-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലും യെശയ്യാപ്രവചനം 51-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലും ഏതെങ്കിലും ഒരു വാക്യം വായിച്ചാട്ടെ. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ട ജനം മടങ്ങി ഉല്ലാസത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഇനി ഉണ്ടാകയില്ല. സർവശക്തനായ ദൈവം ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ദൈവം 2 പ്രാവശ്യം പറഞ്ഞ് ദൈവത്തിൻ്റെ സഭയെ, ദൈവത്തിൻ്റെ ജനത്തെ, തനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്ന ശേഷിപ്പിൻ്റെ ഗണത്തെ ദൈവം തൻ്റെ വചനത്താൽ ശക്തീകരിക്കുകയാണ്. യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ട ജനം സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. ദുഃഖവും നെടുവീർപ്പും ഇനി ഉണ്ടാകുകയില്ല. സ്വർഗീയ പരമപിതാവേ, നല്ല ദിവസം മധ്യാഹ്ന സമയത്തിനായി ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് എൻ്റെ ദാസനായി അടിയന് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം കർത്താവേ, ഒന്നും മറച്ചു വെക്കാതെ ഞാൻ ഈ പ്രിയപ്പെട്ടവരുടെ മധ്യേ പങ്കുവയ്ക്കുന്നു. കർത്താവേ, എൻ്റെ ദാസനായ യെശയ്യാവിനെ നീ രൂപാന്തരപ്പെടുത്തി. അവന് സർവശക്തനായ ദൈവത്തെക്കുറിച്ചുള്ള മുഖാമുഖമുള്ള ദർശനം നീ നൽകി. അവൻ്റെ കുറവുകളെ കണ്ടുണരുവാനും ദൈവസന്നിധിയിൽ അനുതാപപ്പെട്ട് കർത്താവെ വീണ്ടും ദൈവിക ശുശ്രൂഷയിൽ മുന്നേറുവാനും സർവശക്തനായ ദൈവം കൃപ കൊടുത്തല്ലോ. നീ ഒരു ശേഷിപ്പിനെ എന്നും നിനക്കായി കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. ഈ ദൈവസഭ ആ ശേഷിപ്പായിരിക്കട്ടെ കർത്താവേ. യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ട ജനമായിരിക്കട്ടെ കർത്താവേ. ദുഃഖവും നിലവിളിയും അവരുടെ ആരുടെയും ജീവിതത്തിലുണ്ടാകരുത്. അവർ സിയോനിലേക്ക് സന്തോഷത്തോടെ, പ്രത്യാശയോടെ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയിൽ
യാത്ര ചെയ്യുവാൻ, മുന്നേറുവാൻ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ നാമത്തിൽ നിൻ്റെ ദാസനായ അടിയൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെയെല്ലാം അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. മാനവും മഹത്വവും പുകഴ്ചയും അവിടുത്തേക്ക് യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പരംപിതാവേ. മേ ഗോഡ് ഓൾമൈറ്റി ബ്ലെസ് യു ഓൾ.